പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 14 വീഡിയോ ആണിത്. ടേബിൾ കമാൻഡിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിരുന്നു. ഇന്നു മുതൽ ഈ കമാൻഡ് ഡീറ്റെയിൽ ആയി നമുക്ക് പഠിക്കാം. ടേബിൾ കമാൻഡിൽ ഈ ബോക്സസ് ഉപയോഗിച്ച് ടേബിൾ ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത ഓപ്ഷൻ ഇൻസേർട്ട് ടേബിൾ ആണ്. അതൊന്ന് നോക്കാം. ഇവിടെ ഡിഫോൾട്ടായി നമ്പർ ഓഫ് കോളംസ് 5 എന്നും നമ്പർ ഓഫ് റോസ് 2 എന്നും കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഒന്നുകിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഈ അപ്പ് ആരോയും ഡൗൺ ആരോയും സെലക്ട് ചെയ്തുകൊണ്ട് നമ്പർ മാറ്റി കൊടുക്കാവുന്നതാണ്. താഴെ വേറെ ഓപ്ഷൻസ് കാണാം. ഇവിടെ ഡിഫോൾട്ടായി ഫിക്സഡ് കോളം വിഡ്ത്ത് ഓട്ടോ എന്നതാണ് ഓണായി കിടക്കുന്നത്. ഈ സെലക്ഷൻ മാറ്റാതെ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത വിഡ്ത്തിലുള്ള കോളമുള്ള ടേബിൾ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇനി ആ വിഡ്ത്ത് പോരാ, അല്പം കൂടുകയോ കുറയുകയോ വേണമെങ്കിൽ ഈ അപ്പ് ആരോയും ഡൗൺ ആരോയും യൂസ് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അപ്പ് ആരോ ഓരോ ലെവലും ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുമ്പോൾ വിഡ്ത്ത് കൂടി വരുന്നത് കാണാം. കുറയ്ക്കണമെങ്കിൽ താഴെയുള്ള ഡൗൺ ആരോ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓരോ തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും കുറഞ്ഞു വരുന്നത് കാണാം. ഏറ്റവും ചെറിയ അളവ് 0.25 ഇഞ്ചാണ്. അതിനുശേഷം വീണ്ടും ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുമ്പോൾ വീണ്ടും ഓട്ടോയിലേക്ക് വരും. ഇനി അടുത്തതായി ഓട്ടോ ഫിറ്റ് ടു കണ്ടൻസ് ആണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ടേബിൾ ഒരു ക്യാരക്ടർ മാത്രം ടൈപ്പ് ചെയ്യുവാനുള്ള കോളം വിഡ്ത്ത് ഉള്ളതായിരിക്കും. പിന്നീട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് കോളം വിഡ്ത്ത് കൂടുകയും ചെയ്യും. അത് ഈ ഓപ്ഷൻ ആയാലും അങ്ങനെ തന്നെയാണ്. ഓട്ടോ ആണെങ്കിലും ഇവിടെ നമ്മൾ കോളം വിഡ്ത്ത് കൂട്ടി കൊടുക്കുകയാണെങ്കിലും ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് കോളം വിഡ്ത്ത് കൂടുന്നതായിരിക്കും. ഇനി അടുത്ത ഓപ്ഷൻ ഓട്ടോ ഫിറ്റ് ടു വിൻഡോയാണ്. അതായത് ഈ കാണുന്ന വിൻഡോയ്ക്ക് ഫിറ്റായി വരത്തക്ക വിധത്തിൽ ടേബിൾ ലഭിക്കുന്ന വിധത്തിലുള്ള കോളം വിഡ്ത്തായിരിക്കും ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നത്. ആദ്യത്തെ ഓപ്ഷൻ ഇവിടെ ഓട്ടോ മോഡിൽ കിടക്കുമ്പോഴുള്ള അതേ എഫക്റ്റ് ആണ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്പർ ഓഫ് കോളംസും റോസും ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നീട് നമുക്കത് മാറ്റി കൊടുക്കുന്നത് നോക്കാം. 5 കോളംസും 2 റോസും വെച്ചിട്ട് ഇവിടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷനാണ് സെലക്റ്റഡ് ആയി കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കാം. ഇവിടെ 5 കോളംസ് അതുപോലെ 2 റോസ് ഉള്ള ഒരു ടേബിൾ നമുക്ക് ലഭിച്ചു. ഇതിൻ്റെ വിഡ്ത്ത് ഓട്ടോ വിഡ്ത്താണ്. അതായത് കോളം എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് കാണുന്നതാണ്. റോസ് എന്ന് പറയുന്നത് ഇതുപോലെ ഹോറിസോണ്ടലായിട്ട് കാണുന്നത്. അപ്പോൾ കോളത്തിൻ്റെ വിഡ്ത്താണ് ഓട്ടോ മോഡിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വിഡ്ത്തുള്ള കോളമാണ് ഈ ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇത് അൺഡു ചെയ്ത ശേഷം നമുക്ക് അടുത്ത ഓപ്ഷൻ ഒന്ന് നോക്കാം. അതായത് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അപ്പ് ആരോ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു 0.5 ഇഞ്ചിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ 0.5 ഇഞ്ച് വിഡ്ത്തുള്ള കോളമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി ഇത് അൺഡു ചെയ്ത ശേഷം അടുത്ത ഓപ്ഷൻ നോക്കാം. ഓട്ടോ ഫിറ്റ് ടു കണ്ടൻസ്. ഇവിടെ ഒരു ക്യാരക്ടർ മാത്രം ടൈപ്പ് ചെയ്യുവാനുള്ള വിഡ്ത്താണ് കോളത്തിനുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ക്യാരക്ടർ ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആ കോളം വിഡ്ത്ത് അടുത്ത ക്യാരക്ടറും കൂടെ ടൈപ്പ് ചെയ്യുവാനുള്ള സ്പേസ് ഇട്ട് അല്പം കൂടി അപ്പോൾ നമുക്ക് അടുത്ത ക്യാരക്ടർ അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ കോളം വിഡ്ത്ത് കൂടി വരുന്നതുമാണ്. ഓട്ടോ ഫിറ്റ് വിൻഡോ. ഇത് ആദ്യം വന്നതുപോലെ തന്നെയാണ്. അതായത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വന്ന അതേപോലെയാണ് ഓട്ടോ ഫിറ്റ് വിൻഡോ കൊടുക്കുമ്പോഴും വരുന്നത്. അത് ഈ വിൻഡോയ്ക്ക് ഫിറ്റായിട്ടാണ് വരുന്നത്. ഇനി അടുത്തതായി നമുക്കിവിടെ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 5 എന്നുള്ളത് ഓൾറെഡി സെലക്റ്റഡ് ആയി നിൽക്കുകയാണ്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ബാക്ക് സ്പേസോ ഡിലീറ്റ് കീ ഉപയോഗിച്ച് നമുക്ക് ഇതിപ്പോൾ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മറ്റൊരു ഓപ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോ കീ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം.
ഇനി അടുത്തത് നമ്പർ ഓഫ് റോസ് ആണ്. അതൊരു 8ൽ സെറ്റ് ചെയ്യാം. പിന്നീട് ഇവിടെ നമുക്ക് ഫിക്സഡ് കോളം വിഡ്ത്ത് ഓട്ടോയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ടേബിളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ 10 കോളംസും 8 റോസും ഉണ്ട്. ഇങ്ങനെ ഓട്ടോ മോഡിലാണെങ്കിലും കോളം വിഡ്ത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇൻക്രീസ് ആവുന്നതാണ്. ഇനി നമുക്കിവിടെ ഓട്ടോ എന്നുള്ളത് മാറ്റിയിട്ട് കോളം വിഡ്ത്ത് അല്പം കുറച്ചൊന്ന് സെറ്റ് ചെയ്യാം. 0.5ൽ. അതിനുശേഷം നമ്മൾ 0.5ലാണ് ഈ കോളം വിഡ്ത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ കോളം വിഡ്ത്ത് ഓട്ടോമാറ്റിക്കായി ഇൻക്രീസ് ആവുന്നത് കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.